ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നും ചെയ്യുന്ന പോലെ തന്നെ ഏട്ടനെ കുളിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായതിനു ശേഷം മാറ്റി വെച്ചു. പിന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വെള്ളമൊക്കെ ചൂടായതിനു ശേഷം അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമ്മളിതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ചുവന്നുള്ളി വട്ടന അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളൊന്നും ഇവിടെ ഇല്ല. മോനിപ്പോൾ 2-3 ദിവസം ട്യൂഷനില്ല. ഇവിടെ പാലക്കാട് ജില്ലയിൽ ചൂട് കൂടുതലായ കാരണം ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ മോൻ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത് ഞാൻ ഉണ്ടാക്കണത് എന്നിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ജീരകം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. അരിപ്പൊടിയിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പും പിന്നെ വട്ടന അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി, ജീരകം, വെളിച്ചെണ്ണയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുകയാണ്. ടീസ്പൂൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് വെള്ളം കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കണം. മാവ് പരത്തിയെടുക്കാനായിട്ട് ഇതാ ഒരു വാഴയുടെ ഇല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ കുറച്ച് കനത്തിൽ വേണം നമുക്ക് മാവ് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യണത് ഇത്. അപ്പോൾ വട്ടത്തിൽ നമ്മൾ കുറച്ച് കനത്തിൽ ഇത് പരത്തിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുത്തു. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേവുമ്പോൾ മറച്ചിട്ട് കൊടുക്കാം. പത്തിരി ഒരു സൈഡ് വെന്തപ്പോൾ ഞാനിത് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സ്ലിമ്മിൽ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ പത്തിരി കഴിക്കാനായിട്ട് ഇറച്ചിക്കറി ആയാലും മീൻകറി ആയാലും ഉള്ളിക്കറി ആയാലും സൂപ്പറാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. പത്തിരിക്ക് കറിയായിട്ട് ഉണ്ടാക്കണത് ഉള്ളിക്കറിയാണ്. അപ്പോൾ അതാ ചീനച്ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടിയതിന് ശേഷം 2 സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവോള വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ പൊടികൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കറി ഒന്ന് വറ്റിയതിന് ശേഷം ഞാനിതൊരു 3 മുട്ടയും കൂടി ഒരുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയിൽ ഞാൻ നാളികേരമൊന്നും അരച്ചിട്ടില്ലേ. ഏട്ടൻ എന്നും രാവിലെ അമ്പലത്തിലേക്ക് പോവേ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നേ. അപ്പോൾ പത്തിരി എടുത്തിട്ടുണ്ട്, കുറച്ച് മുട്ടക്കറി. പത്തിരി കഴിക്കുകയാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്ത കാരണം ഒരു സുഖമില്ല. വീട്ടിൽ ഒച്ചയില്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കും. സെറ്റിയുടെ മുകളിലത്തെ കവർ എടുത്ത് കളയാൻ ആരുമില്ല. പിന്നെ ആകെ കൂടി ഒരു ടെൻഷനാണ് മക്കളില്ലാത്ത കാരണം. അവർ വിളിക്കും, പക്ഷെ വരാനൊന്നും കൂട്ടാക്കണില്ല കേട്ടോ. അവിടെ പനിയത്ര കുട്ടികളൊക്കെ ഉള്ള കാരണമേ നല്ല കളിയാണ് അവർ. അപ്പോൾ മോന് ചിലപ്പോൾ ഇന്ന് വരുന്നുണ്ടാവും, കാരണം നാളെ അവന് ട്യൂഷനുണ്ട്. അപ്പോൾ കിച്ചുമോനോട് വരാൻ പറഞ്ഞിട്ട് പൊന്നൂസ് ഒരു പൊടിക്ക് സമ്മതിക്കില്ല കേട്ടോ വരാനായിട്ട്. അപ്പോൾ അവൾക്ക് ഇവിടെ ഇവർ 2 ഏട്ടന്മാരല്ലേ, അപ്പോൾ അവരെ കൂടെ കളിക്കാനും പറ്റണില്ലേ. അപ്പോൾ അത് കാരണം അപ്പോൾ അവൾ വരുന്നില്ല എന്നാണ് പറയണത്. സത്യം പറഞ്ഞാൽ വീട് ഉറങ്ങി. അപ്പോൾ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് ഞാൻ പരിപ്പും ചക്കക്കുരു നന്നാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പും ചക്കക്കുരും കൂടിയിട്ട് മുരിങ്ങയുടെ ഇല ഇട്ട് വയ്ക്കാനാണ്. അപ്പോൾ പരിപ്പ് ഞാൻ കഴുകിയെടുക്കട്ടെ. പിന്നെ വറ്റ മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടൻ. അപ്പോൾ അത് വറക്കണം. പിന്നെ അതിൻ്റെ തലയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു മുളക് ചാറുമായിട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചത്തെ വിശേഷങ്ങൾ. മുരിങ്ങയുടെ എല്ലാം നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിടണം. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കണം. പരിപ്പും ചക്കക്കുരും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മുരിങ്ങയുടെ ഇല ഊരി വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉള്ളിയും മുളകും കുത്തി വറവിടാണ്, കുത്തി കാച്ചാന്നാണ് പറയാം. അങ്ങനെ കാച്ചി വറവിടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ചക്കക്കുരൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. പരിപ്പ് തിളച്ചതിന് ശേഷം മുരിങ്ങയുടെ ഇല നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി അത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെച്ചിട്ട് വറവിട്ടെടുക്കാം. വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഇത് കറിയിലേക്ക് താളിച്ചൊഴിക്കാം. കറിയിലേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഏട്ടന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഇതുപോലെ മാമ്പഴം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഏട്ടന്. അപ്പം ഞാനത് മാമ്പഴം ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മുളക് പൊടി, ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാമ്പഴം ഇതാ മുളക് തിരുമ്മി വെച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചെടുക്കാനായിട്ട് ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് തിരുമ്മി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം. ഊണ് കഴിക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ അതാ മുരിങ്ങടലക്കറിയും പിന്നെ നമ്മൾ വറ്റ തലയൊക്കെ ഇരുന്നായിരുന്നു, അപ്പോൾ അത് മുളക് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങടല കൂട്ടാനായിട്ട് എടുത്തിരിക്കുന്നത്, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും എടുത്തില്ല. ഇങ്ങനെ ഈ മുരിങ്ങടലയുടെ ചാറുണ്ടല്ലോ അത് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അടിപൊളിയായിട്ടൊരു ഊണ് കഴിച്ചു. അപ്പോൾ ഞാനിടുന്ന വീഡിയോയിൽ ഇവിടുത്തെ വീട്ടിലത്തെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും ഉച്ചത്തെ ഫുഡിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഞങ്ങളിവിടെ എന്താണോ ചെയ്യുന്നത് അതാണ് കേട്ടോ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ പുതിയ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.